നമ്മൾക്കൊപ്പം മലബാറിലെ ചിത്രം എന്താണ്, അവിടെ ആരെല്ലാം ഏതെല്ലാം പ്രമുഖരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഇന്നിപ്പോ KPCC അധ്യക്ഷനുണ്ട്, ഒപ്പം തന്നെ KK ശൈലജയുണ്ട്. മറ്റ് പ്രമുഖരാരെല്ലാമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? അവിടുത്തെ ആ ഒരു ചൂടും പുകയും ഒക്കെ ഒന്ന് തണുത്തോ? തണുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തൽക്കാലത്തേക്ക് ആ പുകയൊക്കെ ഒന്ന് അടക്കാൻ ശ്രമിക്കുന്നു എല്ലാവരും എന്നുള്ളതാണ് വസ്തുത. അത് 9-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ അത് വികാരമായി എഫക്റ്റായി ഒക്കെ ആളിക്കത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും സ്മിത ഹരിദാസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2 ദിവസം മാത്രമാണ് ഇനി പത്രികാ സമർപ്പണത്തിനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദിനം അവധി കഴിഞ്ഞു, പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നത്തെ ദിനം നിർണായകമാണ്. അതുകൊണ്ട് വൻതോതിലുള്ള പത്രികാ സമർപ്പണമാണ് മലബാറിൽ നടക്കുന്നത്. അത് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഇന്ന് പത്രിക നൽകുന്നു. അതുപോലെ പേരാവൂരിൽ പ്രധാന മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ KPCC പ്രസിഡന്റും KK ശൈലജയും ഏറ്റുമുട്ടുന്ന പേരാവൂരിൽ 2 പേരും ഇന്ന് പത്രിക നൽകുകയാണ്. KK ശൈലജ ടീച്ചറും ഇന്ന് പത്രിക നൽകുന്നു. അതുപോലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഇന്ന് പത്രിക നൽകുകയാണ്. ഇടതുമുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലാണ് അദ്ദേഹം അംഗം കുറിക്കുന്നത്. വീണ്ടും അദ്ദേഹം കോഴിക്കോടാണ് പത്രിക നൽകുന്നത്. KK ശൈലജയും സണ്ണി ജോസഫും ഇരിട്ടിയിലാണ് പത്രിക നൽകുന്നത്. കോഴിക്കോട് തന്നെയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മന്ത്രിയായ മുഹമ്മദ് റിയാസ് പത്രിക നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു അഹമ്മദ് ദേവർകോവിൽ ഇന്ന് പത്രിക നൽകുന്നു. K സുരേന്ദ്രൻ പത്രിക നൽകുന്നു. വലിയൊരു നീണ്ട നിര തന്നെ ഇന്ന് പത്രിക നൽകാൻ എത്തുന്നുണ്ട്. അതിന്റെ കാരണം ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് പത്രിക നൽകാൻ ബാക്കിയുള്ളത്. പിന്നീട് സൂക്ഷ്മ പരിശോധന, പിൻവലിക്കൽ, തള്ളൽ, മറ്റ് ജനാധിപത്യ പ്രക്രിയയിലെ സ്ഥാനാർത്ഥി നടപടികളിലേക്ക് കടക്കണം. മറ്റൊന്ന്, ഈ പത്രികാ സമർപ്പണം വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ക്യാമ്പയിൻ ആക്കാൻ തന്നെയാണ് മിക്കവാറും എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത്. അതായത് ഒരു റോഡ് ഷോ ആയിക്കൊണ്ട് തന്നെ പത്രിക നൽകണമെന്നുള്ളതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 5 പേർക്ക് മാത്രമാണ് പത്രിക നൽകാൻ, അകത്തേക്ക് കടക്കാൻ അനുമതിയുള്ളൂ. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഇതൊരു ക്ഷീണം മാറ്റലായി മാറ്റാൻ, പ്രത്യേകിച്ചും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ മറികടക്കാൻ ഈ പത്രികാ സമർപ്പണം ആഘോഷപൂർവ്വം ആവേശപൂർവ്വമാക്കണം. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് അണികൾക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് പേരാവൂരിൽ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KPCC പ്രസിഡന്റിന്റെ പത്രികാ സമർപ്പണം വലിയ റോഡ് ഷോ ആയി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. പൊതുവിൽ 3 മുന്നണികളും ഈ പത്രികാ സമർപ്പണം തന്നെ വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിൻ ആക്കാനാണ് തീരുമാനിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായത് കഴിഞ്ഞ ദിവസം ആദ്യ പത്രികാ സമർപ്പണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വലിയൊരു റോഡ് ഷോ വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നാൽ മറ്റു സ്ഥാനാർത്ഥികൾ അതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, മലബാറിൽ ഇനിയും രാഷ്ട്രീയ വിവാദങ്ങൾ ഒരുപാട് പുറത്തു വരാനുണ്ട്. പലതിൻ്റെയും കെട്ടടങ്ങിയതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ പത്രികാ സമർപ്പണത്തോടുകൂടി പോരാട്ടം കൂടുതൽ ചൂടുപിടിക്കും. സ്മിത, പ്രവിത. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരുപാട് പ്രമുഖർ പത്രിക സമർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇനി ഒരു ദിവസം മാത്രം, ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ അവധിയാണ്, പിന്നെ തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമാണ് ബാക്കി. അപ്പോൾ പത്രിക എത്രയും വേഗം സമർപ്പിക്കാനുള്ള ആ ഒരു തിരക്കിലായിരിക്കും സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് പല പാർട്ടികളെ സംബന്ധിച്ച്. ഇപ്പോൾ കോൺഗ്രസ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ UDF പറയാൻ പറ്റില്ല, പല സീറ്റുകളും ഫില്ല് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പത്രിക സമർപ്പിക്കാനുള്ള തിരക്കിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.